ഹലോ, പിന്നെ ഞങ്ങളെ കാര്യം ശ്രദ്ധിച്ചോ? ആറുവിനിപ്പോൾ പോയത് ശ്രദ്ധിച്ചോ നിങ്ങൾ? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കും. അവനെന്തോ പ്രശ്നമുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കി. പിന്നെ എന്താ പറയുക നിങ്ങളെ പ്രശ്നം? ഞങ്ങൾ 2 ദിവസം ഇങ്ങനെ ശ്രദ്ധിക്കണം, നിങ്ങൾ 2 ദിവസം ഇങ്ങനെ ചോദിക്കണം വിചാരിക്കണം. അപ്പോൾ ഓരോ ബിസിയായിട്ട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് വിഷയം നമ്മോട് പറഞ്ഞൂടെ? നമ്മൾ ഒരുമിച്ച് റൂമിൽ കഴിയുന്ന ആൾക്കാരില്ല, നിങ്ങളെ മക്കളെ മാരില്ല. ഞങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ട്? ഇതാണ് പ്രശ്നം. ഹാറൂൺക്ക് നിങ്ങളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നിങ്ങളെ മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ല. നിങ്ങളെ കൊണ്ടുവന്നതിൽ ആകെ 500 രൂപയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്കൊരു 500 രൂപയും കൂടെ വേണം. നാളെ 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പാർക്കിലോട്ട് വരും, അത് റെഡിയാക്കി വെക്കാം, ഇല്ലെങ്കിൽ ആകെ വിഷയമാവും കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നത് പെണ്ണുങ്ങളെ പണ്ടും കുട്ടികളെ പണ്ടലും പണയം വെച്ചിട്ടാണ് ഞാൻ വന്നത്. അതിൽ ആൾറെഡി ആദ്യം തന്നെ ഞാൻ ഓനക്ക് വിസൻ്റെ പൈസ കുറച്ച് കൊടുത്തിരുന്നു. അത് മതിയെന്ന് പറഞ്ഞാണ് അവൻ. പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ പൈസ വേണം, 500 റുപ്യ വേണമെന്ന് പറയും. ഞാനിപ്പോൾ എന്താ കാട്ടാം? ആകെ 1500 റുപ്യ ശമ്പളമുണ്ട്. ഈ 1500 റുപ്യ ശമ്പളത്തിൽ ഞാൻ നാട്ടിൽ കഴിക്കും വേണം, എൻ്റെ ചിലവും കഴിയണം. പിന്നെ ഞാൻ ഈ ഓർമ്മ കൊടുക്കണം. ഇത് ഓനോട് പറഞ്ഞിട്ട് ഓൻ മനസ്സിലാവും. ദിവസം ഫോൺ ചെയ്യുക, ഞാൻ ഇപ്പോൾ ഫോൺ എടുക്കലുമില്ല. അതാ മെസ്സേജ് അയച്ചു ചെയ്തിട്ടുണ്ട്. എന്താ ഇപ്പോൾ കേട്ടൊന്നും മനസ്സിലാവും. എന്നാലേ ഞമ്മക്ക് ബാക്കിയെല്ലാം കൂടെ കൊണ്ടു കൊടുത്താലോ? പോയാലോ? അതാണല്ലേ ആള്? അതാണ് കിട്ടേണ്ടത് കിട്ടി. പോയി ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരു 500 പോന്ന്